ലാലേട്ടനെ ഗുസ്തി നേരത്തെ അറിയാം. ടോവിനോന് പ്രാക്ടീസ് കൊടുക്കണം. ഹൈറ്റ് ഒരു പ്രശ്നമില്ല. 70, 80, 90 കിലോ ഉള്ള ഗുസ്തിക്കാരോട് മത്സരിക്കണം. അതാണ് ഗാട്ട ഗുസ്തി. ഇവിടെ അന്ന് അഫിലിയേഷൻ ഇല്ല. എറണാകുളം ജില്ലയിൽ റെസ്ലിംഗ് അസോസിയേഷൻ ഇല്ല. ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാർണിവലിൻ്റെ ആ ഒരു വൈബിലാണ്, കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചി കാർണിവലിൽ ബേസ് ചെയ്ത് ഒരുപാട് ആർട്ട് ഫോംസും ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊച്ചി നടപ്പുണ്ട്. അപ്പം അതിൻ്റെ ബേസ് ചെയ്ത് ഇന്ന് ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാനിതുവരെ എക്സ്പീരിയൻസ് ചെയ്തില്ല, വിറ്റ്നസ് ചെയ്തിട്ടില്ല. അപ്പോൾ വിറ്റ്നസ് ചെയ്തിട്ടില്ലാത്ത ഒരു സംഭവത്തെക്കുറിച്ച് പറയാനാണ്. അതായത് ഗാട്ടാ ഗുസ്തി. നമ്മൾ ഗോദ സിനിമയിലൊക്കെ കണ്ട പോലെയും അല്ലെങ്കിൽ ലാലേട്ടൻ്റെ കൈരളി TMTയിലൊക്കെ ആഡിൻ്റെ പരസ്യത്തിലൊക്കെ കണ്ട പോലെയൊക്കെ ഉള്ള ഒരു സംഭവം ഞാൻ കണ്ട് അത് ആക്ച്വലി ഞാൻ വിറ്റ്നസ് ചെയ്ത് അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്നറിയില്ല, ഇതിൻ്റെ റൂൾസ് എന്താണെന്നറിയില്ല, ഇതിൻ്റെ ബാക്ക് സ്റ്റോറീസ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ആശാനുണ്ട്. പുള്ളീനെ അറിയപ്പെടുന്നത് മിന്നൽ ജോർജ് എന്നാണ്. അപ്പോൾ നമുക്ക് ജോർജ് ആശാനോട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. എനിക്ക് എൻ്റെ ഒരു 12 വയസ്സിൽ അന്ന് കൊച്ചി മുഴുവനും കേരളം മുഴുവനും ഗാട്ട ഗുസ്തി എന്ന് പറഞ്ഞ മത്സരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൊഫഷണൽ ഗാട്ട ഗുസ്തി അതിലെ വിജയികളെയൊക്കെ എൻ്റെ മുമ്പിൽ ജനങ്ങൾ തോളിലെടുത്ത് തുള്ളിക്കൊണ്ടു പോകുമ്പോൾ എനിക്കൊരു ഇത് തോന്നി മനസ്സിൽ, എനിക്കിതുപോലെ ആകണമല്ലോ. അങ്ങനെയാണ് എൻ്റെ ഗുരുനാഥൻ കായംകുളത്തുകാരനാണ്, നിക്കൽ ജമാൽ എന്ന് പറയും. കൊച്ചി മട്ടാഞ്ചേരിക്കാർക്ക് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ ആ ആശാനത്തിൽ ശിഷ്യപ്പെട്ടു 1957. 3 കൊല്ലം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പരിശീലനം നേടി. 1960 ഗാട്ട ഗുസ്തി രംഗത്ത് എന്നെ മത്സരത്തിന് ഇറക്കി. അന്ന് മുതൽ ആഴ്ചയിലും മാസങ്ങളിലൊക്കെ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും കോൺട്രാക്ടർമാർ വന്ന് വിളിക്കും. ഏകദേശം 400 രൂപ വരെ എനിക്ക് അന്നത്തെ പ്രതിഫലം കിട്ടിയിട്ടുണ്ട് ഒരു ഗുസ്തിക്ക്. മണക്കാട് നാരായണ പിള്ള എന്ന് പറഞ്ഞ കേരള ഗാമ, അദ്ദേഹമാണ് കേരളത്തിലെ നമ്പർ 1 ഗുസ്തിക്കാരൻ. അദ്ദേഹത്തിനെ ആരും തോൽപ്പിച്ചിട്ടില്ല. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഗുസ്തിയും കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞു വന്നപ്പോൾ നമ്മൾ മനസ്സിൽ നമ്മുടെ കാരണവന്മാരാണല്ലോ എന്നുള്ള ഒരു പ്രത്യേക സ്നേഹം. അപ്പോൾ ഞാൻ 60 ഗുസ്തിക്ക് ഇറങ്ങി. ഓരോ ഗുസ്തിയിലും മിനിറ്റുകളും സെക്കൻഡുകളും കൊണ്ട് ഞാൻ ഗുസ്തി ജയിച്ച് പോന്നു. ഏകദേശം 4 മണിക്കൂറോളം ഞാൻ എക്സസൈസും പ്രാക്ടീസുമായിട്ട് കഴിഞ്ഞുകൂടിയിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ആരോടും ഹൈറ്റ് ഒരു പ്രശ്നമില്ല. ആളുകൾ ചോദിക്കും ഹൈറ്റും 70, 80, 90 കിലോ ഉള്ള ഗുസ്തിക്കാരോട് മത്സരിക്കണം. അതാണ് ഗാട്ട ഗുസ്തി. ഇന്ന് ഫ്രീ സ്റ്റൈൽ ഗുസ്തി എന്ന് പറഞ്ഞാൽ 6 മിനിറ്റേ ഉള്ളൂ. അതിൽ 10 കാറ്റഗറി ഇട്ട് തിരിക്കും. അതിൽ 10 പോയിൻ്റ് ആരെടുക്കണം, ഷോൾഡർ മലർത്തിയില്ലെങ്കിലും വിജയിച്ചായിട്ട് പ്രഖ്യാപിക്കും. ഗാട്ട ഗുസ്തിയിൽ അതല്ല, മലർത്തി വെക്കണം. 3 സെക്കൻഡ്, പോയിൻ്റ് ഇല്ല, കാറ്റഗറി ഇല്ല, ഏജ് ഗ്രൂപ്പില്ല, ബോഡി വെയ്റ്റ് ഇല്ല. അമച്വറിൽ അതല്ല. അമച്വറിൽ 6 മിനിറ്റ് മൊത്തം. അതിൽ 3 മിനിറ്റ് കഴിഞ്ഞാൽ 30 സെക്കൻഡ് റെസ്റ്റ്. നമ്മൾ ഒരാൾ 2 പേരും വിജയിച്ചില്ല എങ്കിൽ അടിച്ചു വെക്കുക, അല്ലെങ്കിൽ പോയിൻറ്റിന് വിജയിക്കുക. 10 പോയിൻറ്റ് 0-10 ആണെങ്കിൽ ജയിച്ച്. അപ്പം അങ്ങനെയാണ് ഫ്രീ സ്റ്റൈലുള്ള വ്യത്യാസം. പക്ഷേ ഗാട്ട ഗുസ്തി അതല്ല. ഞാൻ 55-57 കിലോ ഉള്ള വ്യക്തിയാണെങ്കിൽ 80-90 കിലോ ഉള്ള വ്യക്തിയോട് ഞാൻ മത്സരിച്ചിരുന്നു. ആ ഗാട്ട ഗുസ്തി നിയമം അതാണ്. 1969 വരെ ഞാൻ ഗാട്ട ഗുസ്തി പിടിച്ചതാണ്.
69 ഞാൻ അമച്വറിൽ ട്രിവാൻഡ്രത്ത് പോയി സെലക്ഷൻ മേടിക്കുന്നത്. ഇവിടെ അന്ന് അഫിലിയേഷൻ ഇല്ല, എറണാകുളം ജില്ലയിൽ റെസ്ലിംഗ് അസോസിയേഷൻ ഇല്ല. ഞാൻ അവിടെ പോയി ട്രിവാൻഡ്രത്തിന് പിടിച്ചു. അവിടെ നിന്നാണ് ഞാൻ സ്റ്റേറ്റ് നാഷണലൊക്കെ പോകുന്നത്. അപ്പോൾ ആ റെസ്ലിങ്ങിൻ്റെ ഇതിൽ തന്നെ എനിക്ക് സർക്കാർ കോട്ടയിൽ എനിക്കൊരു ജോലി തന്നു. സെക്രട്ടേറിയറ്റിൽ 70 ഞാൻ ജോയിൻ ചെയ്തു പ്യൂണായിട്ട്, ക്ലാസ് 4 ആയിട്ട്. PWDയിലേക്ക് ഞാൻ മേടിച്ചു. എറണാകുളത്തേക്ക് വന്നു. ഡ്രൈവറായിട്ട് ഞാൻ പെൻഷനായി 2000. മുൻകാലങ്ങളിൽ ഗാട്ട കുസ്തിയിൽ ഇങ്ങനെ കാറ്റഗറി ഇല്ല, ഒരു ഗ്രൂപ്പും ഇല്ല. ഒറ്റ മിനിയാണെങ്കിലും ഗാട്ടയിൽ പിടിക്കണമെങ്കിൽ വലിയവരോട് പിടിക്കണം. അതായിരുന്നു ഫൈറ്റ്. കോൺഗ്രസിൻ്റെ ഒരു ലീഡർ ഉണ്ടായിരുന്നു, N. വേണുഗോപാൽ. അദ്ദേഹത്തിനാണ് ആദ്യം പ്രൊഡ്യൂസർ കോൺടാക്ട് ചെയ്ത്, ഞങ്ങളൊരു ഗോദ സിനിമ പിടിക്കാൻ പോകുന്നുണ്ട്, ഞങ്ങൾക്ക് അതിൻ്റെ അഡ്വൈസ് കിട്ടാനുള്ള ഒരാശാന എനിക്ക് വേണമെന്ന്. അപ്പോൾ എൻ്റെ പേര് കൊടുത്ത്, എൻ്റെ നമ്പർ കൊടുത്ത് പ്രൊഡ്യൂസറും ഡയറക്ടറും ബേസിൽ ജോസഫുമായിട്ട് ഇവിടെ വന്നു സംസാരിച്ച്. അപ്പോൾ എന്താണ് ആശാൻ ഉദ്ദേശിക്കണത്, എന്ത് വേണമെന്ന്, ഞങ്ങളെ കൂടി നിൽക്കണം, ടൊവിനോനെ പ്രാക്ടീസ് കൊടുക്കണം. അപ്പോൾ ഈ ഹാളിലിട്ടാണ് ടൊവിനോനെ പഠിപ്പിച്ചത് 20 ദിവസം. അത് ഗാട്ട കുസ്തിയുടെ സിനിമയിലുള്ള ടെക്നിക്സ് മാത്രം, അതിനാവശ്യമുള്ളത് മതിയല്ല. അത് പ്രാക്ടീസ് ചെയ്ത് അത് എൻ്റെ ഒരു ശിഷ്യൻ തന്നെയാണ് ടൊവിനോട് പിടിച്ചത്. അവൻ 9 സ്റ്റേറ്റ് എടുത്തിട്ടുണ്ട്, 9 പ്രാവശ്യം നാഷണൽ പോയിട്ടുണ്ട്. നല്ലൊരു റെസ്ലറാണ്. ഗേൾസിനെ നമ്മൾ ക്ലോസപ്പിൽ പിടിപ്പിക്കണം നമുക്ക് പറ്റില്ല, വേറൊരു പെങ്കുച്ചിനിട്ടേ പഠിപ്പിക്കാൻ പാടുള്ളൂ. അതിന് അഞ്ചുമോളെന്ന് പറഞ്ഞൊരു കോട്ടയത്തെ സിൽവർ മെഡലിസ്റ്റുണ്ട് നാഷണൽ, പുള്ളിക്കാരത്തിനെ വേറൊരു പെൺകുട്ടിനെ ഞാൻ വിളിച്ചു. 3 ദിവസം അവിടെ ഹോട്ടലിൽ അറേഞ്ച് ചെയ്തു. അങ്ങനെയാണ് അവരും നന്നായിട്ട് പിടിക്കാനായത്. കൈരളി TMT ചെയ്യുന്നുണ്ട്. തുറവൂർ വെച്ചാണ് ഷൂട്ടിങ്. ലാലേട്ടനെ ഗുസ്തി നേരത്തെ അറിയാം. 83 പുള്ളി യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ തന്നെ അവിടെ VN പ്രസൂദ് എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്തുള്ള VN പ്രസൂദൻ ആണ് പരിശീലനം കൊടുത്തെന്നുള്ളതാണ് എനിക്ക് അറിയാവുന്നത്. പുള്ളി യൂണിവേഴ്സിറ്റിയൊക്കെ മെഡൽ എടുത്തിട്ടുണ്ട്, സിൽവറും ഗോൾഡൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പുള്ളി എന്നെ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ റെസ്ലിംഗ് അറിയാം. സ്റ്റേറ്റ് 3 സ്റ്റേറ്റ് കഴിഞ്ഞ് നാഷണൽ കഴിഞ്ഞ് സ്കൂൾസിന് ബ്രോൺസ് മെഡലിസ്റ്റാണ്, നാഷണൽ ദേശീയ സ്കൂൾസിന്. അപ്പം അങ്ങനെ താല്പര്യമുള്ളവർ എന്താ ചിലർ വന്നിട്ട് ഇപ്പോൾ ആഴ്ചയിലെ മാസത്തിലൊക്കെ ഒരു ദിവസം വന്ന് കളിച്ചിട്ടൊക്കെ അങ്ങനെ പോകും.